Hi. In the last class we have studied to compare numbers. Today I have some toys with me, some vehicles. You used to play. നിങ്ങൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടോയ്സ് ഉണ്ട് മിസ്സിൻ്റെ കയ്യിൽ. I will just keep here a jeep, a truck, a car and another car. Okay. കണ്ടോ നിങ്ങൾ എൻ്റെ കയ്യിൽ കുറച്ച് ടോയ്സ് ഉണ്ട്. ഇത് നല്ല ഭംഗിയിലാണോ? കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടോ? ഇല്ലാലോ വെച്ചത് കണ്ടിട്ട്. സോ വി ക്യാൻ അറേഞ്ച് ദിസ് ഇൻ ദ ഓർഡർ ഓഫ് ദ സൈസ്. അവരുടെ സൈസിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സ്മോൾ വൺ കീപ്പ് ചെയ്യാം. വിച്ച് ഇസ് എ സ്മോൾ വൺ ഹിയർ? ഇസ് ദിസ് ജീപ്പ്? നോ, ദിസ് കാർ ഈസ് ദ സ്മോൾ വൺ. സോ വി ഹാവ് ടു കീപ്പ് ഇറ്റ് ഫസ്റ്റ്. ഓക്കെ. And the second one is this is the second largest. ആ ചെറുത് കഴിഞ്ഞാൽ പിന്നെ ഇതാണോ വലുത്? അതിൻ്റെക്കാളും വലുത്? നോ, ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അല്ലേ? ഇതിനേക്കാളും കുറച്ച് ബിഗ് ഏതാണ്? ദിസ് വൺ. ഓക്കെ. ആൻഡ് ഇതിൽ രണ്ടിലും ഏതാണ് നല്ല ബിഗ് വൺ? നമുക്ക് ലാസ്റ്റ് അറേഞ്ച് ചെയ്യാം. ആൻഡ് ദിസ് ട്രക്ക് ഹിയർ. ഓക്കെ. നമ്മൾ ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് small to big, small to big. Okay, എങ്ങനെയാണെന്ന് ഉറക്കെ പറഞ്ഞേ. How we arrange this? According to their size we arrange from small to big. Understand? Now let us do some more activity. All listen here. Here you can see a triangle, a circle and a rectangle. Here we have to arrange according to their size. ഇവിടെ നമുക്ക് സൈസ് യൂസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ട്രക്സ് ഒക്കെ അറേഞ്ച് ചെയ്തത്? സ്മോൾ ടു ബിഗ്. ഫസ്റ്റ് നമ്മൾ സ്മോൾ ടു ബിഗ്. ലൈക്ക് വൈസ് വി ഹാവ് ടു അറേഞ്ച് ദിസ് ഓൾസോ. ഇതിൽ ട്രയാങ്കിൾ ആണോ സ്മോൾ വൺ ഓർ റെക്ടാങ്കിൾ? വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് വൺ? യെസ്, സർക്കിൾ ഇസ് ദ സ്മോളസ്റ്റ് വൺ. സോ ഫസ്റ്റ് you want to draw circle, and the next one we have already done the circle, so we can put a cross mark here. Balance baaki endakya ulladu? Here we can see a triangle and a rectangle. Here you can see this is the smallest one. idu random compare cheyuna samayathe edana smallest one? This triangle, and this rectangle is the biggest one. We have arranged according to their size, small to big, small to big. And the next one, here a tree, a flower and an apple. Here also we have to arrange from small to big. Here small one, apple, then flower, and the last one, tree. Isn't it? We have arranged according to their size, small to big. ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മളൊരു പേര് പറയും. ഈ ഓർഡറിന്, സ്മോൾ ടു ബിഗ് ഓർഡറിന് നമ്മളൊരു പേര് പറയും. ദാറ്റ് ഈസ് ascending order. Ascending order. Say loudly, ascending order. Ascending order means small to big. ഇവിടെ നമ്മൾ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. സ്മോൾ ടു ബിഗ് നമ്മൾ പിക്ചേഴ്സ് യൂസ് ചെയ്തു. ഹിയർ വി ഹാവ് നമ്പേഴ്സ്. ഫസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് 1 ഡിജിറ്റ് നമ്പർ. 1 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. വി ഹാവ് ടു അറേഞ്ച് ഇറ്റ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. വാട്ട് ഡു യു മീൻ ബൈ അസെൻഡിങ് ഓർഡർ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? Small to big. First is small number, then big number. We have studied to compare numbers. നമ്മൾ numbers ഒക്കെ compare ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? So we have to compare these numbers and write in ascending order. Remember the name, ascending order. Ascending order means small to big. Ascending order means small to big. All studied? Okay, we can start the first one. It is a 1 digit number. Here I have written 1 digit number. 7, 3, 4. Which are the numbers? 7, 3, 4.
which is the smallest number? You all are very familiar with those numbers. നമ്മൾ കുറേ ദിവസമല്ലേ 1 digit നമ്പറും 2 digit നമ്പറും ഒക്കെ പഠിക്കുന്നത്. 1 digit നമ്പർ ഒക്കെ വളരെ സിമ്പിൾ ആയില്ലേ കമ്പയർ ചെയ്യാൻ. Then say which is the smallest number here? See 7, 3, 4. Which is the smallest number? 3. Okay. നമ്മൾ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് വരെ അസെൻഡിങ് ഓർഡർ പഠിക്കുന്നത് വരെ ജസ്റ്റ് അതൊന്ന് ക്രോസ് ഔട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 3 ഓൾറെഡി എഴുതി. അപ്പോൾ നമുക്കിതൊന്ന് ക്രോസ് ഔട്ട് ചെയ്യാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡർ എഴുതാൻ പഠിച്ചാൽ പിന്നെ ഇങ്ങനെ ക്രോസ് ഔട്ട് ചെയ്യാൻ പാടില്ല. നമ്മളത് പഠിക്കുന്നത് വരെ മാത്രം. ഓക്കെ, ബിഗ് ടു സ്മോൾ അസെൻഡിങ് ഓർഡർ. ഹിയർ വി ഹാവ് റിട്ടൺ 3. ഇനി ഏതൊക്കെ നമ്പേഴ്സ് ഉള്ളത്? 7 and 4. 7 and 4. Which is the smallest number? 7 or 4? 4 is the smallest number. So write 4 here and cross out. And only one is balanced, that is 7. So here we have written small to big. Small to big. Ascending order. Ascending order, small to big. And the second one, 9, 1, 10, 2. ഇത് എല്ലാം 1 digit number ആണോ? All are 1 digit number? No. 10 is a 2 digit number. 10 is a 2 digit number. ആ 2 digit number അവിടെ നിൽക്കട്ടെ. നമുക്ക് 1 ഡിജിറ്റിലുള്ളത് നോക്കാം. 9, 1, 2. Which is the smallest number? 1. So we have to cut 1. Put a comma. Don't forget to put comma after writing a number. 1. And the balance number 9, 2, 10. 9, 2, 10. ഏതാണ് പിന്നെ ചെറിയ നമ്പർ? 2 is the smallest number and put a comma. You have to cut this also. Next, 9 and 10. So simple. 9, 10. Here I have written in ascending order, small to big. Next, 5, 7, 9, 3. 5, 7, 9, 3. Say loudly. എല്ലാവർക്കും മനസ്സിലായില്ലേ ascending order? So say the answer. Which number will come first? 5, 7, 9, 3. Yeah, 3. I have cut this 3. Next, 5. I have cut this 5. Put a comma. 7, 9. 7 and 9. Okay. So ascending order means small to big. Small to big. All understood how to write ascending order using 1 digit number? 1 digit number വെച്ചിട്ട് ascending order എഴുതാൻ മനസ്സിലായോ? Now we can move to 2 digit number. 1 digit number നമ്മൾ നോക്കി പഠിച്ചു. ascending order എഴുതാൻ ascending order means small to big. Small to big order ഏതാണ്? ascending order. Here I have written 2 digit numbers. First one 13, 14, 19. 13, 14, 19. Which is the smallest number? We have to write the smallest number first. Which is it? ഇതെല്ലാം 2 digit number ആണ്. സോ നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ പ്ലേസ് വാല്യൂ നോക്കിയിട്ട് കമ്പയർ ചെയ്യാൻ പഠിച്ചു. വൺസ് പ്ലേസിലുള്ള നമ്പേഴ്സ് നോക്കിയാൽ മതി മിസ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇവിടെ ടെൻസ് പ്ലേസിലൊക്കെ ഏതാ നമ്പർ വന്നത്? 1, 1, 1. 3 നമ്പേഴ്സിലും ടെൻസ് പ്ലേസിൽ ഏതാ വന്നത്? 1, 1, 1. സോ നമുക്കത് നോക്കണ്ട. നമുക്ക് ഏതാ നോക്കേണ്ടത്? വൺസ് പ്ലേസിലുള്ളത് നോക്കണം. വൺസ് പ്ലേസിൽ 3, 4, 9. ഇതേ ഓർഡറിൽ തന്നെയല്ലേ? സോ റൈറ്റ് 13, 14, 19. Understood? We have written in the ascending order. Second one 17, 20, 14. 17, 20, 14. Here are all 2 digit number. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ടെൻസ് പ്ലേസിൽ 1 ആണ്. ഇവിടെ ഏതാ വന്നത്? 2. ആൻഡ് ദ നെക്സ്റ്റ് വൺ ടെൻസ് പ്ലേസിൽ 1. ടെൻസ് പ്ലേസിൽ ഒന്ന് 2 ആണ്. ബാക്കി രണ്ടെണ്ണം 1 ആണ്. ലിസൺ കെയർഫുള്ളി. ഇവിടെ ടെൻസ് പ്ലേസിൽ 1 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 2. അപ്പോൾ 2 നമുക്ക് പിന്നെ നോക്കാം. ഫസ്റ്റ് നമുക്ക് 1ലുള്ളതിൽ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ എന്ന് നോക്കാം. ജസ്റ്റ് ലുക്ക് ദ വൺസ് പ്ലേസ് 4 and 7. 4 and 7. 4 is the smallest number than
17. So we can write first 14. Next 17. In the tens place il 1 varunnadundo? No, ഇവിടെ tens place il എത്രയാ ഉള്ളത്? 2. So we have to write that number. 20. 14, 17, 20. Understood? And the third one, 11, 19, 13, 18. Here tens place il ellam edana 1. Here or in tens place it comes 1. Ella tens place ilum 1 aanu vannathu. So we can look the ones place. Here in the ones place we can see 1, 9, 3, 8. 1, 9, 3, 8. What we are writing? എന്താ നമ്മൾ എഴുതുന്നത്? We are writing these numbers in ascending order, small to big. ഇതിൽ ഏതാ 1 അല്ലേ small number? So 11 and 13, 18, 19. 1, 3, 8, 9. Understood? If in the question, if it comes both these numbers, both 1 digit and 2 digit, 2 ഡിജിറ്റും 1 ഡിജിറ്റും സെയിം ക്വസ്റ്റ്യനിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ 1 ഡിജിറ്റ് കമ്പയർ ചെയ്യുക. ഇവിടെ 1 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 and 8. Here 2 and 8. So we have to write 2, put a comma, 8. പിന്നെ വരുന്നത് 2 ഡിജിറ്റ് only one number it has come. ഒരു നമ്പർ അല്ലേ ഉള്ളൂ. So we have to write 14. Understood? Next one 17, 11, 5. Here you can see only one digit number. ഒരു 1 digit number അല്ലേ ഉള്ളൂ. So we have to write it first 5. പിന്നെ വരുന്നത് 2 digit number 17 and 11. 11 is the smallest number than 17. 5, 11, 17. And the next one 7, 25, 14. ഇതിൽ എത്ര 2 digit numbers ഉണ്ട്? Here 2 digit and 2 1 digit. ഫസ്റ്റ് നമുക്ക് 1 digit കമ്പയർ ചെയ്യാം. 1 digit 5 and 7. Which is the smallest number? 5. Then write 7. Next 2 digit numbers 20, 14. 20, 14. Here you can identify very fastly because in the tens place here 2 and here 1. So 14 is the smallest number. Then write 20. Understood? So ascending order means small to big. You have to write down this in your notebook and do an activity in page number 71. This you have to do it in your textbook itself. Thank you children. We can see in the next class.